ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലം കേക്കൊക്കെ നമുക്ക് ആർക്കും വീട്ടിൽ ചടപടയെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഈ ഓവനും ബീറ്ററും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ, പക്ഷേ ആ ബേക്കറി രുചിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലം കേക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെസിപ്പി എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട് ഇതേ സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം ആ ഒരു പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസോളം നിറയെ പഞ്ചസാര നമുക്ക് ഈ ഒരു പാനിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര അത്യാവശ്യം ഈ ഒരു രീതിയിൽ ഒന്നിട്ട് കൊടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പാനിൻ്റെ ചൂട് തട്ടിയിട്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അത് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ആകെ മൊത്തം അങ്ങ് മാറ്റും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഷുഗറൊക്കെ ഉരുകി നന്നായിട്ട് ഇത് ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര അളന്നെടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം, അതായത് നമ്മൾ എത്രയാണോ ഷുഗർ എടുത്തത് അത്രത്തോളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് അങ്ങോട്ട് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര അളന്നെടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ 1/4 ഗ്ലാസോളം, അതായത് പഞ്ചസാരയുടെ അതേ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നന്നായിട്ട് ചൂടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു പാത്രത്തിന്റെ മുകളിലോട്ടായിട്ട് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര അളന്നെടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയെ മൈദ നമുക്ക് ഈ ഒരു അരിപ്പയിൽ കൂടി പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ജാതി, അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 4ഉം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ നിറയെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേക്കിന്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണയൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ആ ഒരു മൈദയുടെ കട്ടകളൊക്കെ പോയി കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു 2-3 തവണ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ അരിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് നമ്മളിതിൽ ജാതി, ആ ഒരു പട്ട, ഗ്രാമ്പൂൻ്റെ ഒക്കെ പൊടി ഇട്ടതുകൊണ്ട് നന്നായിട്ട് ആ ഒരു തരിതരിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തീർത്തും അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ നന്നായിട്ട് അരിപ്പയിൽ കൂടി അങ്ങോട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേ പൊടികളൊക്കെ കട്ടകളൊന്നും ഇല്ലാതെ ഒരു 3 തവണ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതേപോലെ ചെറി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അതേപോലെ ബദാം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതേപോലെ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെടുക്കാം. അതേപോലെ ക്വാണ്ടിറ്റിയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണോളം മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഡയറക്റ്റായിട്ട് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ചേർക്കാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കേക്കിന്റെ ബാറ്ററിൽ താഴെ പോയിട്ട് അടിഞ്ഞിരിക്കും. അതായത് എല്ലാം കൂടി ഒരുമിച്ച് താഴോട്ട് അങ്ങ് പോകും, മിക്സ് ആവത്തില്ല നമ്മുടെ കേക്കിന്റെ ബാറ്ററിലോട്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ടീസ്പൂണോളം മൈദ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മൈദ അളന്നെടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ അരഭാഗത്തോളം പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മുട്ട ചേർക്കാനായിട്ട് പാടില്ല. എപ്പോഴും റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയിട്ടുള്ള കോഴിമുട്ട വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും കൂടി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ടയുടെ മണം ഒന്ന് ബാലൻസ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നിറയെ അൺസാൾട്ടഡ് ബട്ടറാണ്. പിന്നെ ഇതേ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മൈദ അളന്നെടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ 1/2 ഭാഗത്തോളം ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തെടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നമുക്കിത് ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതായത് മൈദ, ബേക്കിംഗ് പൗഡർ, ആ ഒരു ഇൻഗ്രീഡിയൻസ് അത് കുറച്ചായിട്ട് ഈ ഒരു മിക്സിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ബലം കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് ഇങ്ങനെയുള്ള ഒരു സ്പാച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ഒരു സൈഡിലേക്ക് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക കേട്ടോ. ഒരുപാട് ബലം കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങോട്ട് ഹാർഡ് ആവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഒരു 2-3 തവണ പൊടി ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇളക്കാനായിട്ട് പാടില്ല. പതുക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള 2 ടീസ്പൂണോളം പാല് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ ഒന്നാക്കിയെടുക്കുക. അപ്പോൾ ഇനിയൊരു മാവ് നമുക്ക് കേക്ക് ടിന്നിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കേക്ക് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് മാവ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ കേക്ക് ആയി കഴിഞ്ഞാൽ ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ കുറച്ച് മണലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മണലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് കേക്ക് ടീന് ഡയറക്റ്റായിട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെയുള്ളൊരു റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നന്നാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ടീന് പതുക്കെ കൈയൊന്നും പൊള്ളിക്കാതെ സാവധാനത ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 45 മിനിറ്റ് കേട്ടോ. അതിനിടയിൽ വെച്ചിട്ട് തുറന്ന് നോക്കാനായിട്ട് പാടില്ല. നമ്മുടെ കേക്കിൻ്റെ ഉൾവശമൊന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കാൻ പാടില്ല. അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 45 മിനിറ്റ് നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്കൊക്കെ കറക്റ്റ് ഒരു 45-50 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിത് ബേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഈ ഒരു പാത്രം ഉണ്ടല്ലോ, അതൊന്നും അടിവശത്ത് ഒട്ടും കരിഞ്ഞിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കാണിച്ചു തന്നെ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ പതുക്കെ ഈ ഒരു കേക്കിൻ്റെ മേലെ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം. അപ്പോഴത്തെ കേക്കിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കത്തി ഉള്ളിലോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റ്നെസ് ആണ് ഉള്ളിൽ. നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടത് കൊണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്ലം കേക്കൊക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയോ മറ്റന്നാളൊക്കെ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.